അപ്പോൾ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക വിനിത വിജിക്കെതിരായ പോലീസ് നടപടിയിൽ പുതുമയില്ല എന്ന് പറയുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും കേസെടുക്കും. കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ്. വിഷയത്തിൽ പോലീസ് അല്ല, മുഖ്യമന്ത്രിയാണ് കുറ്റവാളിയെന്നും ഗവർണർ പറയുന്നു. What is new about it? Anybody, when you board a plane, you pass through security. And if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was registered in Kerala. What's new about it? അച്യുതൻ വിവരങ്ങളുമായി ചെയ്യുന്നു. അച്യുതൻ, എന്താണ് ഗവർണർ ഈ കേസിനെ പറ്റി പറയുന്നത്? ഒട്ടും പുതുമയില്ല എന്നാണ്, വളരെ നോർമലായ ഒരു വാർത്തയോട് പ്രതികരിക്കുന്നത് പോലെ തന്നെ ഗവർണർ ആ വാർത്തയോടും പ്രതികരിക്കുന്നു. വിനീത, അച്യുതൻ. ഹാഷ്മി, തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തക വിനീതയ്ക്കെതിരായ നടപടിയിൽ ഗവർണർ രൂക്ഷ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കേരളത്തെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള വിഷയമല്ല എന്നാണ് തുടക്കം ഈ വിഷയത്തിൽ ആദ്യം വിമർശനം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെത്. ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഭയപ്പാടിലാണ്. മാത്രമല്ല, എല്ലാ കേസുകളും, ഈ കേസ് മാത്രമല്ല മറ്റേത് കേസ് പരിശോധിച്ചാലും അതെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗവർണർ ആരോപിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സേന കേരളത്തിലെ പോലീസാണ്. പക്ഷേ അവർ നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അവർ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പോലീസ് അല്ല കുറ്റവാളി, മറിച്ച് മുഖ്യമന്ത്രിയാണ് കുറ്റവാളി. മുഖ്യമന്ത്രി സ്വയം നിയമലംഘനങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗവർണർ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് പോലീസ് സേനയെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ജോലി ചെയ്യുന്നതിന് സർക്കാർ അതിനനുവദിക്കുന്നില്ല എന്നുള്ള ആരോപണവും ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട്. കശ്മീർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.